നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഭാരതാംബ വിഷയത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഹൈക്കോടതിയിൽ നിന്നുമേറ്റ തിരിച്ചടിയുടെ ക്ഷീണം മറികടന്നിട്ടില്ല സർക്കാർ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന നിലയ്ക്ക് ആ ക്ഷീണം ഇന്ന് ഡോക്ടർ സിസ തോമസിനോടാണ് സഖാക്കൾ തീർത്തത്. സിസ തോമസ് ഓഫീസിലെത്താതിരിക്കാൻ പോലീസിന്റെ വക കടുത്ത സമ്മർദ്ദമുണ്ടായി. അത് അവഗണിച്ച് ഓഫീസിലെത്തിയപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണിയും തടഞ്ഞുവെക്കലും. ഫയലുകൾ നോക്കരുതെന്ന് തിട്ടൂരം. എന്തിനാണിവർ ഡോക്ടർ സിസ തോമസിനെ ഭയക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിളനിലമാകേണ്ട സർവകലാശാലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗം ചുവപ്പുവൽക്കരിക്കാൻ നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങൾ നമ്മുടെ യുവതലമുറയുടെ ഭാവിയല്ലേ തകർക്കുന്നത്? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി യുവരാജ് ഗോകുൽ, ഇടത് പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി RS ശശികുമാർ, സിൻഡിക്കേറ്റ് അംഗം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ എന്നിവരാണ്. ആദ്യം ശ്രീ PS ഗോപകുമാറിലേക്കാണ് പോകുന്നത്. സിൻഡിക്കേറ്റ് അംഗമാണ്. ഇന്ന് സർവകലാശാലയിൽ നടന്ന സംഭവങ്ങൾ വളരെ ചുരുക്കി ഒന്ന് വിവരിക്കാമോ? ഇന്നെന്താണ് ഡോക്ടർ സിസ തോമസ് എത്തിയപ്പോൾ സർവകലാശാലയിൽ സംഭവിച്ചത്? ഇന്ന് കേരള സർവകലാശാലയുടെ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് മാഡം ഒരു 11 മണിയോടുകൂടി കേരള സർവകലാശാലയിൽ എത്തുകയും അവരുടെ ചേംബറിൽ പ്രവേശിച്ചു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് മാഡം കുറച്ച് സമയത്തിന് ശേഷം PR സെക്ഷനിലേക്ക് പോകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. PR സെക്ഷനിൽ പോകുന്ന സമയത്ത് അതിന് പുറകെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ 10:30 മണിക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റി പങ്കെടുക്കാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അവിടെ ഇരിക്കുന്ന സമയത്താണ് ആ യോഗം പെട്ടെന്ന് 12 മണിയിലേക്ക് ക്യാൻസൽ ചെയ്തിട്ട് അവരടക്കം അവിടെ സന്നിഹിതരായിട്ടുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വേഗത്തിൽ ഈ സിസ തോമസ് മാഡം പോയ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവരെ ഇവിടുന്ന് തിരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ ഞാൻ നേരെ വൈസ് ചാൻസലറുടെ ചേംബറിൽ ചെല്ലുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും അവിടെ വൈസ് ചാൻസലറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തടഞ്ഞു വെച്ചിരിക്കുക മാത്രമല്ല, ഭീഷണിപ്പെടുത്തുന്നതുമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതായത് വൈസ് ചാൻസലർ ഞങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കണം. സെഷനുകളിൽ വൈസ് ചാൻസലർ നേരിട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പോകാൻ പാടില്ല. രജിസ്ട്രാർ വഴി വേണം സർവകലാശാലയുടെ ഫയലുകളും വിവരങ്ങളും സമാഹരിക്കാൻ. അതിനപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇത്തരത്തിലൊരു ഭീഷണി പാടില്ല എന്നുള്ള നിലപാട് ഞാൻ അവിടെ എടുക്കുന്ന സമയത്ത് അവർ എന്നെ നേർക്ക് തിരിഞ്ഞു. അവിടെ കുറച്ച് വാക്കുതർക്കവും ഗോഗുവാവിളികളും ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് നടന്നത്. അതിനുശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഗോഗുവാവിളികൾ അവസാനിക്കുകയും അവരൊരു നിവേദനം, സിൻഡിക്കേറ്റ് യോഗം ചേരണം എന്നുള്ള നിലയിലൊരു നിവേദനം വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചിട്ട് പിരിഞ്ഞു പോയി. ഇതാണ് ഇന്ന് അവിടെ നടന്ന ഓക്കെ. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് വളരെ അനിഷ്ടകരമായ സംഭവവികാസങ്ങൾക്കാണ് ഇന്ന് സർവകലാശാല സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യമുണ്ടായത്. BCയുടെ ചുമതലയുള്ള സിസ തോമസിനെ തടഞ്ഞു വെക്കുന്ന നടപടിയിലേക്ക് വരെ അവിടെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് ഈ സിസ തോമസിനോട് ഇത്ര അസഹിഷ്ണുത നിങ്ങളുടെ സർക്കാരിന്, നിങ്ങളുടെ ഈ സിൻഡിക്കേറ്റിന്? എന്താണ് ഈ സിസ തോമസ് നിങ്ങളുടെ കണ്ണിലെ കരടാകുന്നത്? ഗവർണറോടുള്ള വിരോധം, ചാൻസലറോടുള്ള വിരോധം ഡോക്ടർ സിസ തോമസിനോട് തീർക്കുകയായിരുന്നോ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ? അല്ല, അത് വസ്തുതാപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. ഡോക്ടർ സിസ തോമസ് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ വളരെ പേര് കേട്ടിട്ടുള്ള ഒരു ഗുരുനാഥയാണ്. അതിലൊന്നും നമുക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസം മറ്റൊരു തരത്തിലില്ല. പക്ഷേ കാര്യമായി എന്തായാലും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ശരിക്ക് യഥാർത്ഥത്തിൽ അത് ഇനിഷ്യേറ്റ് ചെയ്തത് നമ്മുടെ മുൻ ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു.
അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക പന്ഥാവിലൂടെ ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റൊരാശയത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിന് ഈ ആശയത്തോടുള്ള വിരക്തി അല്ലെങ്കിൽ വിമുഖത പ്രകടിപ്പിക്കുകയും ആ പ്രകടിപ്പിക്കലിന് ജനങ്ങളുടെ അംഗീകാരം കേരളത്തിൻ്റെ പ്രതലത്തിലുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെ വെളിച്ചത്തിൽ അത് ജനങ്ങളോടും ഇത്തരം സമീപനമെടുക്കുന്ന ഭരണകൂടത്തിൻ്റെ മറ്റ് ഇതര മേഖലകളിലുള്ള ഗവർണറെ പോലെയുള്ള ആളുകളെയും അറിയിക്കുകയുണ്ടായി. പക്ഷെ അന്ന് ഗവർണർ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ആ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ അവരുടെ ആശയാനുവർത്തികളുടെ പോലെ ഇത്തരങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് അവരോട് ഉപദേശിച്ചിട്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവരതൊക്കെ പോവുകയും അതിൽ കോടതിയിലൊക്കെ പോയി അവർക്ക് വിജയം നീട്ടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അതുതന്നെയാണ് അവരോടുള്ള സർക്കാരിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഉള്ള അതൃപ്തി എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കലൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. കൃത്യമായ രാഷ്ട്രീയ വിയോജിപ്പാണ്, അതല്ലേ അങ്ങ് പറഞ്ഞു വരുന്നത്? രാഷ്ട്രീയ വിയോജിപ്പല്ല, ആശയങ്ങൾ തമ്മിലുള്ള വിയോജിപ്പാണ്. ആശയം എന്താണ്? കേരളത്തിലെ സർവകലാശാലകൾ ഇന്ന് ആശയപ്രക്രിയ ധ്വനിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരിക്കണം. അതോടൊപ്പം കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ അതനുസരിച്ച് തന്നെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടാകണം. ആ സാഹചര്യത്തെ എതിർക്കാൻ അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് ഗവർണർ ഇടുന്ന വിലങ്ങുകൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരോട് ഒരു പ്രത്യേകമായ മമത കാണിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല. അത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് ഗവർണർ പ്രകോപിതനായി? ഗവർണറെ അവിടെ ഒരു യോഗത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അന്ന് തുടങ്ങിയതാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള വിഷയം എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് വരാം. യുവരാജ് ഗോകുൽ, ഇപ്പോൾ PM സുരേഷ് ബാബു പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായ എതിർപ്പ് തന്നെയാണ് ഡോക്ടർ സിസ തോമസിനോട് ഉള്ളത് എന്ന് തന്നെയാണ്. വളരെ കൃത്യമായി മോഹനൻ കുന്നുമ്മൽ റഷ്യൻ സന്ദർശനത്തിന് പോയിരിക്കുമ്പോൾ അവർക്ക് അധിക ചുമതല നൽകുകയാണ്. ആ വിസിക്ക് ഒരു ഫയൽ നോക്കാൻ അധികാരമില്ല എന്ന് അവിടുത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുക്കുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കേണ്ടത്? ഒരു ചുമതലയുള്ള വിസിക്ക് ഈ സർവകലാശാലയിലെ ഒരു ഫയൽ നോക്കാൻ അധികാരമില്ല, രജിസ്ട്രാർ നോക്കിക്കൊള്ളും, താങ്കൾ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട എന്ന് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എങ്ങനെയാണ് നിലപാടെടുക്കാൻ കഴിയുക? അടിസ്ഥാനപരമായിട്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പറയാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ആക്ടിംഗ് VC ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് ഈ പറയുന്ന ഫയൽ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു. ഈ പോകുന്ന സമയത്ത് അത് തടയുവാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പോലെ ഇടതുപക്ഷ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോവുകയാണ്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്താണ് വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ ആക്ടിംഗ് വൈസ് ചാൻസലറുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻ്റർഫിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം? അവർക്ക് അതിനുള്ള റൈറ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ആകെ കിട്ടിയിട്ടുള്ളൊരു റൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത്, അതിനെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല, പദവിയെ ഞാൻ അത്ര ചെറുതായിട്ടൊന്നും കാണുന്നില്ല, വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടുന്ന പദവി തന്നെയാണ്. ആ പദവിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റികളിലെ അക്കാഡമിക് നിലവാരവും മറ്റ് കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുവെന്നും ആ യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച അവരുടെ അക്കാഡമിക് വിഷയങ്ങളിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച തരത്തിലുള്ള സേവനങ്ങൾ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മേൽനോട്ടം വഹിക്കേണ്ടുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സെനറ്റ് ഹാൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഈ പറയുന്ന രജിസ്ട്രാർ
കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, PROയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെയാണ്. അപ്പോൾ PROയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടോ ഇല്ലയോ, അത് എപ്പോഴാണ് വന്നിരിക്കുന്നത്, ഈ സമയവുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ള കാര്യമൊക്കെ സമയബന്ധിതമായി പരിശോധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കാണ്. തീർച്ചയായിട്ടും അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. വൈസ് ചാൻസലർ ആ സ്ഥലത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ടിംഗ് വൈസ് ചാൻസലറിലേക്ക് സ്വാഭാവികമായി വന്നു ചേരേണ്ടുന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെ എത്തുവാനും പരിശോധിക്കുവാനുമുള്ള സാവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അത്തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളൊന്നും ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല PROയുടെ ഓഫീസിൽ നിന്ന്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സമയത്തിനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലേക്കാണ് അവരുടെ ഇല്ലാത്ത അധികാരത്തിനെ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് നടന്ന ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിൽ പോകണം, അവർക്ക് അധികാരമുള്ള സ്ഥലത്ത് ഈ പറയുന്ന സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ മര്യാദയോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി അവർക്ക് അവിടെ ഒളിക്കുവാനും മറയ്ക്കുവാനും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സിസ തോമസിനെ പോലെ വളരെയധികം അക്കാഡമിക്കലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയധികം റെപ്യൂട്ടേഷനുള്ളൊരു വ്യക്തി ഈ പറയുന്ന ഒരു രേഖ പരിശോധിച്ചത് കൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു മെയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചതുകൊണ്ട് എന്ത് നഷ്ടപ്പെടാനാണ്? അവർ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷം അല്ലെങ്കിൽ ആ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് ഒളിച്ചു വയ്ക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ടിംഗ് VC അത് പരിശോധിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? പ്രത്യേകിച്ച് ഒന്നും തന്നെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്ത് മറയ്ക്കുവാനും ഒളിക്കുവാനും പല കാര്യങ്ങളുമുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാക്കിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത പ്രശ്നങ്ങളും ഇല്ലാത്ത ചട്ടങ്ങളും മര്യാദകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ഗുണ്ടായിസം കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി RS ശശികുമാറിലേക്കാണ് പോകുന്നത്. ശശികുമാർ സാർ, ഇത് വളരെ കൃത്യമായി ഈ ഡോക്ടർ സിസ തോമസ് യൂണിവേഴ്സിറ്റിയിൽ എത്താതിരിക്കാൻ ബോധപൂർവമായ നീക്കം ഇന്ന് പല ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. ഒന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഡോക്ടർ സിസ തോമസിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്തരുത്, ഇവിടെ SFI കാർ പ്രശ്നമുണ്ടാക്കും, ഇവിടെ വലിയ കലാപകലുഷിതമാകും അന്തരീക്ഷം, അതുകൊണ്ട് ദയവായി മാഡം വരരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന പോലീസിൽ നിന്ന് വരികയാണ്. അത് അവഗണിച്ചുകൊണ്ട് സിസ തോമസ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കടുത്ത ഭീഷണി, തടഞ്ഞുവെക്കൽ എന്നിവയെല്ലാം നേരിടുന്ന ഒരവസ്ഥ വരുന്നു. വളരെ കൃത്യമായി എന്തൊക്കെയോ മറച്ചു വെക്കാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ അധികാരികൾക്കുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഇന്ന് ഉണ്ടായത്. എങ്ങനെയാണ് താങ്കൾക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം എന്താണ് അവിടെ നടന്നത്? അല്ല, തികച്ചും ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മാതൃ സർവകലാശാലയിൽ നടക്കുന്നത്. ഈ കഴിഞ്ഞ ഗവർണറുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ തിങ്കളാഴ്ച സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസ് വരികയാണ്. ആ കേസിൽ വൈസ് ചാൻസലർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സത്യവാങ്മൂലം കൊടുക്കണമെങ്കിൽ അതിൻ്റെ രേഖകൾ സർവകലാശാലയിൽ നിന്നും കളക്ട് ചെയ്യാൻ വൈസ് ചാൻസലർ ബാധ്യസ്ഥയാണ്. അപ്പോൾ അതിനുവേണ്ടി സിസ തോമസിന് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ എത്തിയേ പറ്റുള്ളൂ. പക്ഷേ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബോധപൂർവം CPM സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന CPMൻ്റെ ചില ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഏത് വൈസ് ചാൻസലർ പ്രവർത്തിച്ചാലും അവരെ വകവരുത്തുക എന്നുള്ളൊരു ശൈലി CPMന് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സർവകലാശാലയിൽ നിയമിച്ചിരുന്ന ഡോക്ടർ വർഗീസ് അദ്ദേഹത്തെ കറുത്ത തുണി തലയ്ക്കെടുത്ത് മൂടുകയും അടുത്ത ദിവസം അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയും ചെയ്ത സംഭവം നമ്മുടെ കേരള സർവകലാശാലയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ വിളനിലത്തിനെ ഏത് രീതിയിലാണ് CPMകാർ ഉപദ്രവിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം. അതേ രീതിയിൽ ഭീഷണിപ്പെടുത്തി വൈസ് ചാൻസലർമാരെ വരുതിക്ക് നിർത്തുക എന്നുള്ള ഒരു ശൈലിയാണ് ഇപ്പോൾ CPM സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാല ഇറങ്ങിയിരുന്നത്. SFI വിദ്യാർത്ഥികളെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ SFI വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്നില്ല. അതെ. അപ്പോൾ കേരള സർവകലാശാലയിൽ ഒരു പറ്റം സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളെന്ന് പറയാൻ തന്നെ നാണക്കേടാണ്. വർഷങ്ങളായിട്ട് നമുക്ക് വളരെ പാരമ്പര്യമുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളെ കണ്ട നമ്മുടെ കേരളത്തിന്
ഇപ്പോൾ സാക്ഷാൽ ഗുണ്ടകൾ 30-40 ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ വാസ്തവത്തിൽ അവരെ സാമൂഹിക പ്രവർത്തനം നടത്താൻ അവകാശമുള്ളവരാണ്. അവരെ വല്ല ഈ പറഞ്ഞ തൊഴിലാളി ക്ഷേമ ബോർഡിലോ അല്ലെങ്കിൽ അബ്കാരി ബോർഡിലോ അംഗമാക്കുന്നതിന് പകരം കേരളത്തിൻ്റെ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാക്കിയതിന് ശേഷം സർവകലാശാലയിൽ ഭരിക്കുവാൻ വരികയാണ്. സിൻഡിക്കേറ്റ് അംഗത്തിന് സിൻഡിക്കേറ്റ് കൂടുമ്പോഴല്ലാതെ അധികാരമില്ല. സർവകലാശാലയുടെ പരമാധികാരി വൈസ് ചാൻസലറാണ്. ഇവിടെ വൈസ് ചാൻസലർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിൽ എത്തി അഫിഡവിറ്റ് കൊടുക്കുന്നതിനുള്ള രേഖകൾ തയ്യാറാക്കണം. അതിനുവേണ്ടി എത്തുമ്പോൾ അവരെ പരമാവധി ആദ്യം തടയാൻ ശ്രമിച്ചു പോലീസ് വഴി. അപ്പോൾ അവർക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചില രേഖകൾ PR സെക്ഷനിൽ നിന്ന് എടുക്കണം. അതിന് വൈസ് ചാൻസലർക്ക് റൂമിൽ പോകേണ്ട അവകാശമില്ലേ? PR സെക്ഷനിൽ ചെന്ന് രേഖകൾ നേരിട്ട് പരിശോധിക്കണം. കാരണം ചിലപ്പോൾ ചില രേഖകൾ അവിടെ എത്തിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എത്തില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ അതിനെ പിറകെ നിന്ന് സിൻഡിക്കേറ്റ് അംഗം ചെന്നിരിക്കുകയാണ്. ഇവർക്ക് എന്ത് അവകാശമാണ് സെക്ഷനിൽ കയറി ചെല്ലാൻ? സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെക്ഷനിൽ കയറി ഇറങ്ങി നടക്കാനുള്ള അവകാശമൊന്നുമില്ല. സിൻഡിക്കേറ്റ് കൂടുമ്പോൾ സിൻഡിക്കേറ്റ് ചെല്ലാം, കമ്മിറ്റി കൂടുമ്പോൾ കമ്മിറ്റി ചെല്ലാം, അവിടെ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്നല്ലാതെ വൈസ് ചാൻസലറുടെ അധികാരത്തിൽ വൈസ് ചാൻസലർ അവിടെ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറയാൻ ഇവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്ത് അവകാശമാണ്? അവിടെ എന്താ അവരുടെ തനി ഗൂണ്ടായി സഭ കാണിച്ചത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30-40 ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പറായാൽ ഈ രീതിയിൽ ശ്രമിക്കുക. പക്ഷേ അത് ഡോക്ടർ സിസാ തോമസിനോട് നടക്കില്ല, ഡോക്ടർ കുന്നുമ്മേനോട് നടക്കില്ല. ഇപ്പോൾ ഗവർണർ നിയമിച്ചിരിക്കുന്ന എല്ലാ വൈസ് ചാൻസലർമാരും അതിനകത്ത് യഥാർത്ഥത്തിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും അനുഭവകരുണ്ട്. പക്ഷേ വളരെ മിടുക്കന്മാരായിട്ടുള്ള, വളരെ ക്വാളിറ്റിയുള്ള, വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള ആൾക്കാരെ വൈസ് ചാൻസലർമാരായിട്ട് നിയമിച്ചപ്പോൾ CPMൻ്റെ ഈ തട്ടിപ്പുകൾ ഇവർ സർവകലാശാലയിൽ നടക്കാതെയായി. അതിൻ്റെ പ്രയാസമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഡോക്ടർ സിസാ തോമസിനോട് പുറത്തിറങ്ങാൻ പറയുമ്പോൾ വൈസ് ചാൻസലർ എന്ന നിലയിൽ സിസാ തോമസിനെ അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. സിസാ തോമസ് അവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അത് പറയാനുള്ള ബാധ്യത ഒരു വൈസ് ചാൻസലർക്കുണ്ട്. അപ്പോൾ ഇവിടെ എന്താ അൾട്ടിമേറ്റായിട്ട് എന്താ? കേരളത്തിലെ സർവകലാശാല രംഗം ഇന്ന് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. കേരളത്തിലെ ഇന്ന് സർവകലാശാലയിൽ 1000-ഓളം കുട്ടികൾ അവിടെ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി അവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അതിന് തൊട്ടടുത്താണ് പബ്ലിക് റിലേഷൻസ് ഓഫീസ്. ആ പബ്ലിക് റിലേഷൻസ് ഓഫീസിൽ വൈസ് ചാൻസലർ പോയപ്പോൾ അവരെല്ലാവരും വളരെ ബഹുമാനത്തോടുകൂടി വൈസ് ചാൻസലർ നോക്കിയാണ്. സിസാ തോമസിനെ എല്ലാ കുട്ടികളും കാണാൻ വലിയ താല്പര്യമുണ്ട്. അവർ നിൽക്കുമ്പോഴാണ് കുറേ ഗുണ്ടകൾ വന്ന് അവരെ കയ്യേറ്റം ചെയ്യുകയാണ്. അപ്പോൾ സർവകലാശാല എന്താണെന്നാണ് ആ കുട്ടികൾ ധരിക്കുക? ഇവനെല്ലാം പറഞ്ഞ് പുറത്താക്കിയില്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാല മെച്ചപ്പെടില്ല. അതിന് ചാൻസലറല്ല ആര് നടപടി എടുത്താലും അതിനോടൊപ്പം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഒന്നിച്ചുണ്ടാവും. അതാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നിലപാട്. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം പറഞ്ഞു. ഈ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഗവർണറും അവിടെ യൂണിവേഴ്സിറ്റിയുമായി നിലനിന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് അവർക്ക് ഈ സ്വൈരവിഹാരം നടത്താനുള്ള, സ്വജനപക്ഷപാതം നടത്താനുള്ള ഒരു വിളനിലമായി ഈ സർവകലാശാലകൾ മാറുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി. അതിനൊരു മാറ്റം വന്നത് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ചാൻസലറായി എത്തിയതിനു ശേഷമാണ്. അതിൻ്റെ ഒരു പ്രക്രിയ ആർലേക്കർ വരുമ്പോഴും തുടരുന്നു. ആ പ്രക്രിയയിൽ വളരെ അസംതൃപ്തരായ ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന അബദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ സർവകലാശാലകളെ കലാപഭൂമികളാക്കാൻ നീക്കം നടത്തുന്നത്. യഥാർത്ഥത്തിൽ അതിനെതിരായ നിലപാട് വിദ്യാർത്ഥികളിൽ നിന്ന് പോലും വരികയാണ്. ഇപ്പോൾ ഒരു സമരത്തിന് വിളിച്ചാൽ SFI നേരത്തെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമരത്തിൽ ഒത്തുകൂടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 10-50 വിദ്യാർത്ഥികളെ കിട്ടിയാൽ ആയെന്നായിരിക്കുന്നു SFIയുടെയൊക്കെ ഒരവസ്ഥ. അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു വൃഥാശ്രമം മാത്രമല്ലേ ഇപ്പോൾ ഈ ഇടത് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന്, അംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും SFI പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്നായാലും കാണാൻ കഴിയുക? അല്ല, ദീർഘമായൊരു മുഖവരിയോടുകൂടി നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. പക്ഷേ നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പ്രതികരണം നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ കൂടെ ഇരിക്കേണ്ടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്തയുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ
ആ വഴിയിലൂടെ ഡോക്ടർ സിസ തോമസ് നടന്നു പോകുന്നത് കണ്ടു എന്നും ആ കണ്ടപ്പോൾ അവർ യോഗം നിർത്തിവെച്ച് അല്ലെങ്കിൽ സംസാരം നിർത്തിവെച്ച് ഡോക്ടർ സിസ തോമസിൻ്റെ കൂടെ നടന്നങ്ങോട്ട് പോയി എന്നും ആണ് അദ്ദേഹം പറഞ്ഞത്. മുദ്രാവാക്യം വിളിയുണ്ടായതായോ അവരെ തടഞ്ഞതായോ അവരോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞതായോ ഒന്നും അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നമ്മളാരും കേട്ടിട്ടില്ല. അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ തന്നെ അവർ അവിടെ തിരിച്ചു എന്താണ് വരുന്നതും സംഭവിച്ചത് കണ്ടു. എന്നൊന്ന് അങ്ങ് ഒന്ന് വിശദീകരിക്കാമോ? ഈ ഡോക്ടർ സിസ അവിടെ തോമസ് സമാധാനപരമായാണോ ഡോക്ടർ സിസ ഞാനൊന്ന് തോമസിനെ ഇടത് വിശദീകരിച്ചോട്ടെ. സിൻഡിക്കേറ്റ് ഞാൻ അംഗങ്ങൾ എൻ്റെ ഒന്ന് കൈകാര്യം തീർന്നോട്ടെ. ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത്? അദ്ദേഹം ഒന്ന് വിശദീകരിക്കട്ടെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ഡോക്ടർ ഈ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തുടങ്ങിയിട്ടില്ല. ആ യോഗം തുടങ്ങുന്നത് അല്ല, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് സാർ ഒരു ഇടപെട്ടോട്ടെ. സെക്കൻഡ്, ഞാൻ അങ്ങയിലേക്ക് തന്നെയാണ് വരുന്നത്. ആ ഒരു second സമയത്ത് ഇവിടെ ഒന്ന് വിശദീകരിച്ചോട്ടെ. പുറത്തുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയിട്ട് അവർ നേരെ ഈ സിസ തോമസ് മാഡം പോയ സെഷനിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അവരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇറക്കുകയാണ്. അവർക്ക് അവിടെ ആ അന്വേഷിക്കാൻ വന്ന വിവരങ്ങളിൽ പൂർണ്ണമായിട്ടും അന്വേഷണം നടത്താൻ സാധിച്ചില്ല എന്നാണ് ഡോക്ടർ സിസ തോമസ് തന്നെ പിന്നീട് ഞാൻ സെഷനിൽ ചെന്ന് ഇൻട്രാക്ഷൻ നടത്തുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സെഷനിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു. അത് മാത്രമല്ല, ചെയറിൽ വരിക്കുന്ന സമയത്ത്, ചേംബറിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളങ്ങനെ പോകാൻ പാടില്ല, സെഷനുകളിൽ നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ല എന്ന് ഇടത് സിൻഡിക്കേറ്റങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് അത് ശരിയല്ല എന്നുള്ളതിൽ എനിക്ക് ഇടപെടേണ്ടി വന്നത്. അപ്പോൾ ആ തരത്തിൽ സർവകലാശാലയിലെ ഭരണാധികാരിയായ ഈ വൈസ് ചാൻസലറെ ഭീഷണിപ്പെടുത്തിയാണ് അവിടെ നിന്ന് മടക്കി അയച്ചത്. ചേംബറിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, ശ്രീ പി എം സുരേഷ് ബാബു, അങ്ങനെയാണ് അവിടെ നടന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നത്, അവരുടെ പ്രതികരണവും ഒക്കെ വന്നത് ആ രീതിയിലാണ്. അപ്പോൾ വളരെ കൃത്യമായി അവിടെ ആ PR സെക്ഷനിൽ മറയ്ക്കാൻ വളരെ കൃത്യമായി ഉണ്ട്. കോടതിയിൽ ഈ കേസ് മറ്റന്നാൾ വരികയാണ്. ഇന്നലെ തന്നെ രജിസ്ട്രാർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നും. അപ്പോൾ രക്ഷപ്പെടാനുള്ള എന്തൊക്കെയോ വഴികൾ ആലോചിക്കുകയാണ്. അവിടെ ഉണ്ടായത് അതാണ്. ശ്രീ പി എം സുരേഷ് ബാബു, ഞാനൊരു സംസാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവിപ്പിക്കാൻ അങ്ങ് എന്നെ സാർ അതിലൊരു വ്യക്തത വേണമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വർത്തമാനം നിർത്തിയതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ട് വ്യക്തത വരുത്തിക്കാമായിരുന്നു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടയിൽ കയറി ഇടപെടുന്ന രീതിയും സ്വഭാവവും ഇല്ലാത്ത ഒരാളാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഞാനതൊക്കെ സാധ്യമായിരുന്നു കേട്ടു. അദ്ദേഹം ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതും അതിൻ്റെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഒരു കേൾവിക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് ബാറിൽ ഒരു അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറിനോടൊപ്പം ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ചില ഉത്തരങ്ങൾ അത് ചോദ്യരൂപേണ ആളുകൾക്ക് കൊടുത്ത്, കൂട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്ത്, അതിൽ നിന്ന് ഉത്തരം എലിസിറ്റ് ചെയ്യുന്ന രീതിയും സ്വഭാവവും സൂത്രവും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കിത് മനസ്സിലായി അങ്ങ് ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ഞാൻ അദ്ദേഹം പറഞ്ഞ പോയിന്റാണ് കൗണ്ടർ ചെയ്യുന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നുകൂടി വിശദീകരിപ്പിച്ച് പറയുന്നു എന്നതാണ് എനിക്ക് അതിനകത്ത് ഊഹിക്കാനുള്ളത്. ഇരിക്കട്ടെ, അതെന്തോ ആവട്ടെ. അത് ആ വസ്തുത എന്നെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഡോക്ടർ സിസ തോമസ് പോയി എന്നും ഉടനെ തന്നെ തിരികെ വന്നു എന്നൊക്കെ അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, എന്നാലും ഇടതുപക്ഷ മുന്നണിയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അവരുടെ കൂടെ അങ്ങോട്ട് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇറങ്ങരുത്, അത് രജിസ്ട്രാർ മാത്രമാണ് ഫയലുകൾ നോക്കേണ്ടത് എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് VC-യോട് കൽപ്പിക്കാനുള്ള എന്ത് അധികാരമാണുള്ളത്? ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ അതൊന്നും ഒരു അക്നോളജ് ചെയ്ത ഒരാളല്ല ഞാൻ. ഇവര് ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ VC-യോടൊപ്പം എവിടെയെങ്കിലും പോകുന്നുണ്ട്, അവരുടെ അനുവാദമില്ലാതെ, അവർ വിളിക്കാതെ
പോകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഒപ്പം തന്നെ ഓരോ സെക്ഷനിലേക്കും ഓരോ വിഭാഗത്തിലേക്കും വി സി പോകുന്നത് വി സി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേച്ചറിന് മോശമാണ് എന്നും കൂടി ഞാൻ കരുതുന്നുണ്ട്. അവരൊരു ബെല്ലടിച്ചാൽ ആളുകൾ കൃത്യമായി ഇവിടെ വരും. ടാമ്പർ ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇത് ഓൺലൈൻ സംവിധാനത്തിൽ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും ടാമ്പർ ചെയ്യാനൊന്നും കഴിയില്ല എന്തെങ്കിലും തരത്തിൽ. അതുകൊണ്ട് ഫയലുമായി എൻ്റെ ചേംബറിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അവിടെ അധികാരമില്ല, വന്നേ തീരൂ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ ഡോക്ടർ സിസ തോമസ് അങ്ങോട്ട് പോകേണ്ടതില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അതോടൊപ്പം തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ അങ്ങോട്ടും പോകേണ്ടതില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പിന്നെ നിങ്ങൾ അങ്ങനെ പോകേണ്ടതില്ല എന്ന് ഒരു പക്ഷേ ഏതെങ്കിലും സിൻഡിക്കേറ്റ് മെമ്പർമാർ പറഞ്ഞു കാണും. അത് ഭീഷണിപ്പെടുത്തലായി കേൾക്കുന്ന ആളുകൾക്ക് വ്യാഖ്യാനിക്കാം, അത് ഉപദേശമായി മറ്റൊരു കൂട്ടർക്ക് വ്യാഖ്യാനിക്കാം, അതൊരു ഇന്നസെന്റ് കമന്റായി മറ്റൊരു കൂട്ടർക്ക് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ ആ വ്യാഖ്യാനങ്ങൾ ആപേക്ഷികമാണ്. ആർക്ക് എന്തിനു വേണ്ടി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണമോ ആ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഞാൻ അതിനൊരു പ്രത്യേകമായ ഒരു ഗൗരവം അക്കാര്യത്തിൽ കൊടുക്കുന്നില്ല. വി സിയുടെ ചേംബറിൽ കയറി ചെല്ലാൻ ഏതൊരാൾക്കും അധികാരമുണ്ട്. അനുവാദത്തോടുകൂടി സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് കുറച്ച് കൂടുതൽ അധികാരവും ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. സെനറ്റിലും സിൻഡിക്കേറ്റിലൊക്കെ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. ശരി, അങ്ങയുടെ നിലപാടാണ് പറഞ്ഞത്. അങ്ങേക്ക് ഇതിലപ്പുറം ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നതുകൂടി മനസ്സിലാക്കുകയാണ്. ജനഡിബേറ്റ് ഇപ്പോൾ പോകുന്നത് യുവരാജ് ഗോകുലിലേക്കാണ്. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുകയുണ്ടായി, ഒരു ബെല്ലടിച്ചാൽ ഫയലുമായി ജീവനക്കാർ വി സിക്ക് മുന്നിൽ എത്തുമല്ലോ, പിന്നെ എന്തിനാണ് വി സി ഈ സെക്ഷനുകളിലൊക്കെ PR സെക്ഷനിലൊക്കെ കയറി നടക്കുന്നത് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ മറ്റൊരു വിഷയം കൂടി അതിൽ കാണേണ്ടതുണ്ട്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സിക്ക് ഒരു കത്തയക്കുകയാണ്, ഈ സസ്പെൻഷൻ ഉടനടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ വി സി പറയുന്നത് മുഖവിലക്കെടുക്കുമോ അതോ മന്ത്രി പറയുന്നത് മുഖവിലക്കെടുക്കുമോ അവിടുത്തെ ജീവനക്കാർ? വളരെ നിഷ്കളങ്കമായി PM സുരേഷ് ബാബു പറയുകയാണ്, ഒരു ബെല്ലടിച്ചാൽ മതിയില്ലേ, അവിടെ ജീവനക്കാർ വി സിക്ക് മുന്നിൽ ക്യൂ നിൽക്കില്ലേ എന്ന്. അങ്ങനെയൊരു സാഹചര്യമൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ സർവകലാശാലകളിൽ നിലനിൽക്കുന്നുണ്ടോ? അല്ല, അതിന് ഉത്തരവും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ പോലെ വളരെ ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇരുന്നതായിരുന്നു ഒരു കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റ് പദവികളെല്ലാം. ഇപ്പോൾ അത്തരം പദവികളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മുടെ ശശികുമാർ സാറ് പറഞ്ഞതുപോലെ തന്നെ 30-40 ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. സുരേഷ് ബാബു സാറിനെ പോലെ ഉണ്ടായിട്ടുള്ള ആൾക്കാരല്ല നിലവിൽ അതിനകത്തുള്ള ആൾക്കാർ എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം തിരിച്ചറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശരിയാണ്, ടാമ്പർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പർട്ടിക്കുലർലി ഡിജിറ്റൽ എവിഡൻസുകളാണ്. ഇതൊക്കെ ടാമ്പർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസ് വലിയ രീതിയിൽ ചർച്ചയായിട്ട് നിന്നിരുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെയും ക്ലിഫ് ഹൗസിലേക്ക് CCTV പെട്ടെന്ന് ഇടിമിന്നൽ വീണ് അടിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഈ തരത്തിൽ നിന്ന നിൽപ്പിൽ കത്തിപ്പോകാനും അടിച്ചു പോകാനും ഒക്കെ സാധ്യതയുള്ളൊരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കാരണം പണ്ട് ഒരു പ്രത്യേകതരം കൊടുങ്കാറ്റ് വന്ന് ഒരു ട്രെയിനിനെ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പുഴയിലിട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം പോലെ തന്നെ ചില പർട്ടിക്കുലർ സിസ്റ്റങ്ങളും ചില പർട്ടിക്കുലർ ഫയലുകളും മാത്രം എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരെയും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചേക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ ചാൻസ് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന VCയുടെ ടേബിളിലേക്ക് സാധനം എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം,
അത്ര നിഷ്കളങ്കമൊന്നും അല്ല എന്നുള്ള കാര്യം സുരേഷ് ബാബു സാറിനും അറിയാം. കാരണം നിലവിലെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ചിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു, ഇത് രണ്ട് ഐഡിയോളജിക്കൽ ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയുള്ള അതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മിഷനറി ഒന്നാകെ മറുവശത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ മിഷനറി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ആ മിഷനറിയോട് കൂറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നിലവിലെ സർവകലാശാലകളിൽ ജോലിക്കാരായിട്ടിരിക്കുന്നതും. അപ്പോൾ ഒരു ബില്ലിൻ്റെ അടിയിൽ ഫയലെത്തുന്ന സാഹചര്യമൊന്നും അവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് സാമാന്യമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിസ തോമസ് മേഡത്തിനെ സംബന്ധിച്ചിടത്തോളം അതെത്തില്ല എന്ന് അവർക്കത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ പോയത്. അല്ലാണ്ട് ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ തൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ എത്തും എന്ന് ഉറപ്പുള്ള ഒരു സാധനം അന്വേഷിച്ചിട്ട് ഇത്രയും ഹൈ ഐക്യു ഉള്ള ഒരാൾ, ഇത്രയധികം അക്കാഡമിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഇത്രയധികം അഡ്മിനിസ്ട്രേഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്തായാലും ഒരിക്കലും ഒരു ബെല്ലിൻ്റെ ക്ലിക്കിൽ തൻ്റെ മുമ്പിൽ എത്തും എന്നുള്ളൊരു സാധനം അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിലനിൽക്കുന്ന ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇടപെടലിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണത്. പൊളിറ്റിക്കൽ ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ വരുന്ന സമയത്ത് ഈ പറയുന്ന രജിസ്ട്രാറിൻ്റെ കേസിലോ അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കോ മാത്രമാവില്ലല്ലോ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ പറയുന്ന ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇളക്കി വിടുന്നത് പോലെ തന്നെ അവിടെയുള്ള ഇടതുപക്ഷത്തുള്ള മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെയും അവർ ഇളക്കി വിട്ടിട്ടുണ്ടാവും, ഈ പറയുന്ന വി സിക്കെതിരെ ആവട്ടെ അല്ലെങ്കിൽ ആക്ടിങ് വി സിക്കെതിരെ ആവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി പ്രോ ആക്റ്റീവായിട്ട് അവർക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അവിടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള കാര്യം ഡോക്ടർ സിസ തോമസിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഇടപെടലിൻ്റെ സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു സാർ പറയുന്നത് സാധാരണഗതിയിൽ യാഥാർത്ഥ്യമാണ്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് അങ്ങനെ അല്ല ഓടുന്നതെന്ന് അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ശ്രീ PM സുരേഷ് ബാബു. നിലവിലെ സർവകലാശാലകളുടെ അവസ്ഥ അതാണ്. എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും അണിനിരത്തിക്കൊണ്ട് ചാൻസലറെ എതിർക്കാനും അതുപോലെ ചാൻസലർ നിയോഗിക്കുന്ന VC-മാരെ ശത്രുക്കളായി കാണുന്ന സർവകലാശാലകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുകയാണ്. ശ്രീ RS ശശികുമാർ, ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇങ്ങനെ VC-യോട് കൽപ്പിക്കാൻ അവകാശമുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ഒരു മര്യാദയാണോ? മാത്രവുമല്ല, ഈ ഫയലിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഇരട്ടത്താപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാണുകയാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്, ഒരു ഫയലും തൊട്ടുപോകരുത്, അത് രജിസ്ട്രാർ നോക്കിക്കൊള്ളും, ഏത് ഫയലാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൽപ്പിക്കുകയാണ് ഉടനടി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന്. ഈ ഇരട്ടത്താപ്പ് കൂടി നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതല്ലേ? അല്ല, ഇതിന് വളരെ ക്രൂഷ്യലായിട്ടുള്ളത് ഡോക്ടർ സിസ തോമസ് യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിനെക്കുറിച്ച് നന്നായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ PR സെക്ഷനിലേക്ക് പോയത്. കാരണം ഇത്തവണത്തെ കേസിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു ഇഷ്യൂ രജിസ്ട്രാർ നമ്മുടെ സ്റ്റേറ്റിൻ്റെ തലവനോട് അനാദരവ് കാട്ടി എന്നുള്ളതാണ്. ഗവർണർ അവിടെ എത്തിയതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ പിൻവലിച്ചും കൊണ്ട് രജിസ്ട്രാർ ഉത്തരവിറക്കിയത്. പക്ഷേ രജിസ്ട്രാർ കോടതിയിൽ പറയുന്നത് വളരെ മുമ്പ് തന്നെ രാജ്ഭവനെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചിരുന്നു അത് സെനറ്റ് ഹാൾ റദ്ദ് ചെയ്യുന്ന വിവരം. അപ്പോൾ ആ ഡേറ്റ് വളരെ ക്രൂഷ്യലാണ്, ടൈം വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയിലെ ഇന്നത്തെ സംവിധാനത്തിൽ നേരിട്ട് VC-ക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിലും ആ കൺസേൺഡ് PR സെക്ഷനിൽ പോയേ പറ്റുള്ളൂ. അപ്പോഴവർ പോകുമ്പോൾ ഈ സിൻഡിക്കേറ്റ് എന്തിനാണ് ബേജാറാവുന്നത്? അപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബേജാറാവണമെങ്കിൽ അവിടെ എന്തോ ചില തരികിട നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ളവരാണ് നമ്മുടെ ഇന്നത്തെ വൈസ് ചാൻസലർ സിസ തോമസ്. അതുകൊണ്ട് തന്നെയാണ് അവരെ തടയാൻ പോയത്. മാത്രമല്ല, അവരുടെ ഇന്നത്തെ നിലവിളിച്ചുകൊണ്ട് VC അകത്ത് കയറിപ്പോകുന്നതിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത സെക്ഷൻ ഓഫീസറെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ VC തിരിച്ചടപെട്ടു. യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്ത് അധികാരം ആര് കൊടുത്തു? അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, ഗുണ്ടായുസം കാണിക്കുമ്പോൾ ആ ഗുണ്ടായുസത്തിനെ ചെറുക്കാൻ സർവകലാശാല അധിപർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം നോർമലാവും. രണ്ടാമത്തെ കാര്യം, മന്ത്രി കാണിച്ച ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ മന്ത്രി കാണിക്കുന്ന ഏതെങ്കിലും കാര്യം ശരിയുണ്ടോ? മന്ത്രി വൈസ് ചാൻസലർ കത്തയച്ചോ എന്ന് മാത്രമല്ല, മന്ത്രി ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അനിൽകുമാറിനെ സസ്പെൻഷൻ റദ്ദാക്കണം.
അനുകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് വൈസ് ചാൻസലർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ ഡോക്ടർ ബിന്ദു എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ആരധികാരം കൊടുത്തു? വൈസ് ചാൻസലറുടെ മുകളിലുള്ളത് ചാൻസലർ മാത്രമാണ്. ചാൻസലർക്ക് മാത്രമേ വൈസ് ചാൻസലർക്ക് ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇവിടെ മന്ത്രി അധികാരം കത്ത് കൊടുത്തിരിക്കുക. ആ കത്തിന് അതേ വില തന്നെയായിരിക്കും ഡോക്ടർ സിസാ തോമസ് കൊടുക്കുന്നത്. കാരണം സിസാ തോമസിന് നിയമം അറിയാം. അതുകൊണ്ട് അവർ ആ തരത്തിലുള്ള മറുപടി മിക്കവാറും മന്ത്രി കൊടുത്തിരിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ മന്ത്രി അത് പറഞ്ഞ കാര്യം ഈ കത്ത് എഴുതിയത് വായിച്ച് തന്നെ മന്ത്രി നോക്കിയിരിക്കുമെന്ന് സംശയമാണ്. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ മറ്റു ചില പ്രതിനിധികളാണ് അവിടെ കത്തുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും ഭരിക്കുന്നതും. മന്ത്രിയുടെ പേരിന് മാത്രമേ ഇരിക്കുന്നു. ഞാനത് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് 2 മന്ത്രിമാരുണ്ട്. നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ജനറൽ എഡ്യൂക്കേഷനും, ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മുടെ ഡോക്ടർ ബിന്ദു നാണക്കേടാണ്. ഡോക്ടർ ബിന്ദു യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നവരാണ്. അവർക്ക് സർവകലാശാല സിസ്റ്റത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയേണ്ടതാണ്. അവർക്ക് അറിയില്ല, നിർഭാഗ്യവശാൽ. പക്ഷേ അതിനേക്കാളും മെച്ചമാണ് നമ്മുടെ ശിവൻകുട്ടി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കേട്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതല്ല, ഇവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന AKPCTയുടെയും AKPGCTയുടെയും കുറേ അധ്യാപകന്മാർ, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 1-2 അഡീഷണൽ സെക്രട്ടറിമാർ, അവരുടെ ഭരണമാണ് ഉന്നത വിദ്യാഭ്യാസമായി നടക്കുന്നത്. അപ്പോൾ അതിന് താഴെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ സിസാ തോമസിനെ ഡയറക്റ്റ് ചെയ്യാൻ മന്ത്രി തയ്യാറായോ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല തയ്യാറായിട്ടുണ്ടോ എന്ന്. കാരണം കത്ത് പോലും വായിച്ചു നോക്കിയിട്ടില്ല. മുമ്പ് അറിയാമല്ലോ, നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഡോക്ടർ രവീന്ദ്രന് പുനർനിയമനം കൊടുക്കണമെന്ന് നേരിട്ട് കത്തെഴുതിയ മന്ത്രിയാണ്. മന്ത്രി കത്തെഴുതാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവരുടെ അധികാരം എന്താണ്, അവകാശം എന്താണ്, അവരെന്താണ് കത്തിൽ എഴുതുന്നതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു മന്ത്രി, അതും യൂണിവേഴ്സിറ്റി അധ്യാപികയായ ഒരു മന്ത്രി നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ മെച്ചപ്പെടും? അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗവർണർ കുറേ പേരെ സർവകലാശാല ഇപ്പോൾ വൈസ് ചാൻസലർമാരായിട്ട് നിയമിച്ചിട്ടുണ്ട്. ആ വൈസ് ചാൻസലർമാർ കുറച്ച് മെരിറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അസഹിഷ്ണുത ഇവിടുത്തെ ചില CPM സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് AKPCT AKGCT എന്ന് പറയുന്നവരുടെ നിയന്ത്രണത്തിലായിരുന്നു സർവകലാശാല. അവരുടെ നിയന്ത്രണത്തിൽ നിന്നും സർവകലാശാല ചോരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി കേരളത്തിലെ സർവകലാശാല, പ്രത്യേകിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമേലിനും ഇപ്പോഴത്തെ വൈസ് ചാൻസലറായ സിസാ തോമസിനുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇടപെടൽ സർവകലാശാലത്തിൽ ഉണ്ടാകാതിരുന്നാൽ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഗവർണറും ഒരേ മനസ്സോടുകൂടി അക്കാഡമിക് തലത്തിൽ പ്രവർത്തിച്ചാൽ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നാശമുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി സർവകലാശാലകളെ പഴയ രീതിയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, ശ്രീ PS ഗോപകുമാറിലേക്കാണ്. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇന്നലെ കോടതിയിൽ ഈ വിഷയം വരികയാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തുമ്പോൾ വളരെ കൃത്യമായി കോടതി ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. ഗവർണർ എന്ന വിശിഷ്ട പദവിയെ അപമാനിക്കുന്ന രീതിയിലാണ് അവിടെ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമുണ്ടായത്. മാത്രവുമല്ല, ഭാരതാംബ എന്നത് മതചിഹ്നം പ്രദർശിപ്പിച്ചത് കൊണ്ടാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നിർത്തിവെക്കാൻ എന്നാണ് രജിസ്ട്രാർ നൽകിയ ആ ഒരു വിശദീകരണത്തിൽ പറയുന്നത്. എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചത് എന്നത് വളരെ കൃത്യമായി വ്യക്തമാക്കേണ്ടതുണ്ട് അടുത്ത ദിവസം കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ. മറ്റൊന്ന്, ഈ ഗവർണറെ അപമാനിച്ചു എന്ന് പറയുന്ന സംഭവം, ആ വിശിഷ്ട പദവിയെ അങ്ങേയറ്റം അപമാനിക്കുന്ന വിധത്തിൽ ഒരു നടപടി ഉണ്ടായി എന്ന ഹൈക്കോടതിയുടെ വിലയിരുത്തലുണ്ട്. ഈ ഘട്ടത്തിലാണ് PR സെക്ഷനിലേക്ക് ഡോക്ടർ സിസാ തോമസ് ചെന്ന് കയറുന്ന ആ സന്ദർഭത്തെ നമ്മൾ കാണേണ്ടത്. ഗവർണറോട് ഈ പരിപാടി നിർത്തിവെക്കാൻ സംഘാടകരോട് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്ന സമയം അത് എപ്പോഴാണ് എന്നത് വളരെ കൃത്യമായി കോടതിയിൽ പറയേണ്ടതുണ്ട്. ഗവർണർ എത്തിയതിനു ശേഷമല്ലല്ലോ ആ ഒരു പരിപാടി നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പദവിയെ അനാദരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടാകും രജിസ്ട്രാർക്ക്. അങ്ങനെ രജിസ്ട്രാറെ രക്ഷിക്കാനുള്ള ചില നീക്കങ്ങൾ അവിടെ വളരെ കൃത്യമായി നടക്കുന്നു എന്ന് വേണ്ടി നമ്മൾ അനുമാനിക്കാൻ. തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഇന്ന് സർവകലാശാലയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഞാൻ ആദ്യഘട്ടത്തിൽ വിശദീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പഴുതിൽ കൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണിയെയും സമ്മർദ്ദത്തെയും രക്ഷിച്ചെടുക്കാനുള്ളൊരു ശ്രമം പ്രിയപ്പെട്ട PM സുരേഷ് ബാബു അവറുകൾ നടത്തിയിരുന്നു. അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ വിലയിരുത്തട്ടെ അതിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച്. ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ
ഇന്നലെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സിസ തോമസ് ചാർജ് എടുത്തതിൻ്റെ 2ാം ദിവസമായിരുന്നു. മിനിങ്ങാന്നായിരുന്നു സിസ തോമസ് താൽക്കാലിക വൈസ് ചാൻസലറായിട്ട് ചാർജ് എടുത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിയത്. ആ സമയത്ത് സർവകലാശാലയിലെ അധ്യാപകരും അതുപോലെ തന്നെ ജീവനക്കാരും സർവകലാശാലയുടെ പ്രധാന കവാടം ഉപരോധിക്കുകയായിരുന്നു. പുതുതായിട്ട് സർവകലാശാലയിലേക്ക് വന്ന ആ വൈസ് ചാൻസലർക്ക് അവിടേക്ക് പ്രധാന കവാടത്തിൽ കൂടി അവരുടെ ഓഫീസ് മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. സെനറ്റ് ഹാൾ വഴിയുള്ള ഗേറ്റിൽ കൂടിയാണ് സിസ തോമസിന് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത്. അതേ സമയത്ത് ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ മറ്റൊരു ചടങ്ങ് ഇടത് അനുകൂല അധ്യാപക സംഘടനകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് സമീപ സമയത്ത് കേരള സർവകലാശാലയിൽ നിന്ന് വൈസ് ചാൻസലർമാരായിട്ട് സ്ഥാനം കയറ്റം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചാൻസലർ നിയമിതരായിട്ടുള്ള 2 വ്യക്തികൾക്കുള്ള ആദരിക്കലായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് 2 സന്ദർഭങ്ങളിൽ 2 സ്ഥലങ്ങളിൽ നടന്ന ആ വൈരുദ്ധ്യം കേരള സർവകലാശാലയിലെ ഇടത് അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപക സംഘടനയുടെ ഭാഗമായിട്ടുള്ള 2 പേര്, ഒന്ന് കുഫോസിലേക്ക് വൈസ് ചാൻസലറായിട്ട് നിയമിതനായ ഡോക്ടർ ബിജു സാർ, അതേപോലെ തന്നെ മലയാളം സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലറായിട്ട് നിയമിതനായിട്ടുള്ള ഡോക്ടർ സി ആർ പ്രസാദ്, ഇവരെ 2 പേരെയും ഇടത് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയാണ്. ഇവരെ നിയമിച്ചത് കേരളത്തിലെ ചാൻസലർ ബഹുമാനപ്പെട്ട ഗവർണർ തന്നെയാണ്. അതേ ഗവർണറുടെ നിയമനം, അവിടെയാണ് ഇവർ പറയുന്നതിന്റെ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ അത് തന്നെ സൂചിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. ശ്രീ PM സുരേഷ് ബാബു, നിങ്ങൾ പറയുന്നത് ഈ കാവ്യവൽക്കരണം ക്യാമ്പസുകളിൽ നടപ്പാക്കുന്നു, സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിനാണ് ശ്രമിക്കുന്നത് ഈ ചാൻസലറെ ഉപയോഗിച്ചുകൊണ്ട് എന്ന മുദ്രാവാക്യം നിങ്ങൾ കുറെ കാലമായി ഉയർത്തുകയാണ്. ഇപ്പോൾ PS ഗോപകുമാർ ചൂണ്ടിക്കാട്ടിയ വിഷയം, ഫിഷറീസ് സർവകലാശാല, മലയാള സർവകലാശാല, ഈ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നത് ഇതേ ചാൻസലർ അധികാരത്തിലിരിക്കുമ്പോഴാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ കാവ്യവൽക്കരണം സർവകലാശാലകളിൽ നടപ്പാക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഗോപകുമാർ സാർ പറഞ്ഞു തീർന്നോട്ടെ. ശ്രീ PM സുരേഷ് ബാബു, അങ്ങേക്ക് കേൾക്കാമോ? അദ്ദേഹം പറയുന്നതിൽ നിന്നും ഇടയ്ക്ക് കയറി നിങ്ങളെ എനിക്ക് കേൾക്കാം. ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ താങ്കൾ കയറി. അല്ല, അത് എന്റെ ഇടപെടൽ ദയവായി അങ്ങ് അത് മോശമായി കരുതരുത്. കാരണം നിങ്ങൾ കുറെ കാലങ്ങളായി ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമാണല്ലോ ഈ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കുന്നുവെന്ന്. അപ്പോൾ ഇടതുപക്ഷ അധ്യാപക സംഘടനകളിൽപ്പെട്ട ആളുകളെയാണ് പുതിയ VC-മാരായി നിയമിച്ചിരിക്കുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവന്നതാണ്. മാത്രവുമല്ല, നമ്മുടെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇടപെട്ട് അങ്ങയിലേക്ക് വന്നത്. അല്ല, എനിക്ക് സംസാരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഒരാൾക്കുടെ സമയത്ത് ഞാൻ എന്നോട് ചോദിക്കുന്നതും ശരിയല്ല എന്നുള്ളൊരു ചോദ്യം കൊണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്താണെന്ന് വെച്ചാല് പറയാം. ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ ഗോപകുമാർ സാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതേ ചാൻസലർ നിശ്ചയിച്ചിരിക്കുന്ന ആളുകളെ 2 വൈരുദ്ധ്യങ്ങൾ വെച്ചുകൊണ്ട് സ്വീകരിക്കുന്നതുണ്ട്. എനിക്ക് കൃത്യമായി ഏത് സംഘടനയാണ് അവരെ സ്വീകരിച്ചതും എതിർത്തിരിക്കുന്നതും എന്ന് എനിക്ക് കൃത്യമായി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡാറ്റ ഇല്ല. ഒരേ സംഘടനയും ഒരേ നേതൃത്വവുമാണ് അത് ചെയ്തതെങ്കിൽ അത് വൈരുദ്ധ്യമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എനിക്കറിയില്ല, ആണെങ്കിൽ അത് ശരിയല്ല. സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ തിരികെ എത്താം. ഞാൻ ആ ഒരു വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത്. വലിയ വിമർശനം നിങ്ങൾ ഉയർത്തുമ്പോൾ വളരെ കൃത്യമായി ഇപ്പുറത്ത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് VC-മാരെ നിയമിക്കുന്നത് എന്നതാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ചുള്ള മറുപടി നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത്, വ്യക്തിപരമായ ഒരു പരാമർശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ ഇവിടെ കോടതിയിലേക്ക് കിടക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് വളരെ ആദരവുള്ള ഒരു ബഹുമാനപ്പെട്ട ജഡ്ജിൻ്റെ ബെഞ്ചിലാണ് ആ കേസൊക്കെ കിടക്കുന്നത്. അദ്ദേഹം വിവേകപൂർണമായൊരു തീരുമാനമാണ് എടുക്കുക. അതുകൊണ്ട് ആ കോടതിയിൽ കിടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഒരു അഭിഭാഷകൻ കൂടിയായ എന്നിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. ദാറ്റ് ഈസ് ദ വിസ്ഡം.
മറ്റൊന്ന് ചാൻസലർ പദവിയുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ചെയ്യുന്നത് എന്നത് ഒന്ന് ഓർമ്മിക്കണം, അല്ലെ ഓർമ്മിപ്പിക്കാൻ എനിക്ക് ചുമതലയുണ്ട് എന്നതാണ് എൻ്റെ ബാധ്യത, എൻ്റെ അഭിപ്രായം. കാരണം ഗവർണർ പദവി ഭരണഘടനയുടെ ഒരു സംഭാവനയാണ്, അഥവാ ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. വേറാസ് ചാൻസലർ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ല, മറിച്ച് ദാറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് കേരള ലെജിസ്ലേച്ചർ ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പക്ഷേ സർ, യുജിസിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിയമത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സർ. കേരളത്തിന്റെ നിയമസഭ സർവകലാശാലകളുടെ വിഷയത്തിൽ പരമാധികാരി എന്ന് യുജിസി നിഷ്കർഷിച്ചിട്ടുണ്ട്. ചാൻസലറാണെന്ന് ഞാൻ ചാൻസലർ അല്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. താങ്കൾ ശ്രദ്ധിക്കാത്തതിന് ഞാനെന്ത് പഴച്ചു? ചാൻസലറാണ്. ബട്ട് ചാൻസലർ എന്ന് പറയുന്നത് കേരള നിയമസഭ, സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദവിയാണ്. അത് ഭരണഘടനയുടെ ഭരണഘടനയുടെ ഷെഡ്യൂൾ വെച്ച്, അനുച്ഛേദം വെച്ച് കൈവശമുള്ള പദവിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടാണ്. ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് യുവരാജ് ഗോകുൽ അതൊന്ന് കൂട്ടിച്ചേർത്ത് അങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ല, അത് കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണല്ലോ, അത് വരട്ടെ. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസലർ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റും എന്നൊക്കെ ഉള്ളതാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ളൊരു വിഷയമാണെന്ന് കൂടി അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു തരത്തിലൊരു ഡിസിഷൻ വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വഴിക്ക് മാത്രമേ പോകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൂ. അതൊരു ബലാബലത്തിലേക്കോ ഒരു വടംവലിയിലേക്കോ ഒക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്കായിരിക്കും വെയിറ്റ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത്രയും കാലവും ചാൻസലറുടെ പദവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഗവർണർക്ക് പോയിരുന്നതാണ്. തീർച്ചയായിട്ടും കാലാകാലങ്ങളായിട്ട് കേരള യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇപ്പോൾ അങ്ങ് പറയുന്ന ഒരു കാര്യം അനുസരിച്ചിട്ട് ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങ് ഭംഗ്യന്തരേണ ഉദ്ദേശിച്ചു വരുന്നത്. സർ, ആ യൂണിവേഴ്സിറ്റി കോളേജിനകത്തിരിക്കുന്ന ഏറ്റവും ലോക്കലായിട്ടുള്ള SFIക്കാരൻ വരെ തൻ്റെ SFIയിലെ സഖാവ് എന്ന് പറയുന്ന ഒരൊറ്റ പദവി മാത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് PSCയിൽ 1ാം റാങ്ക് വരെ നേടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു അഴിച്ചുപണി ആവശ്യമുണ്ട്. ആ അഴിച്ചുപണിയെ നിങ്ങളിനി കാവ്യവൽക്കരണമെന്നോ എന്ത് വൽക്കരണമെന്നോ വിളിച്ചാലും ശരി തന്നെയാണ്. ആ വൽക്കരണത്തിനെ കേരളത്തിലെ പൊതുജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിനകത്തും യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകാനില്ല. ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണമാണോ ചുവപ്പുവൽക്കരണമാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഡോക്ടർ സിസയെ ഭയക്കുന്നത് എന്തിന് എന്ന ചില ചോദ്യങ്ങൾ കൂടി ജനറൽ ഡിബേറ്റ് ഉയർത്തുകയുണ്ടായി. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.